ഹലോ എവ്രി വൺ. ഇവയൊക്കെ ഞങ്ങൾ ആകെ നെറ്റില് മറ്റേ സോഷ്യൽ മീഡിയ കൂടെ മാത്രമാണ് കാണുന്നത്. എന്നിട്ട് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവരെയും അതിന്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്യിപ്പിക്കണം. അഭിനവ് ആൻഡ് ചിനു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അടിപൊളി മ്യൂസിഷ്യൻസ് എന്ന് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. ഓ ഹലോ ഹലോ. അതെ ആര് പാലിയാച്ചിനോട് ഇവിടുന്ന് ഗിഫ്റ്റ് പൊതിഞ്ഞു വെച്ചേക്കണ. ഇവര് വരുമ്പോ കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഗിഫ്റ്റ് ആണ്, പിള്ളേരൊക്കെ കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവോ? വലിയൊരു ബോക്സ് കുക്കറാണെന്ന് തോന്നുന്നു. നമുക്ക് ഇവരെയൊക്കെ ഒന്ന് വിശദമായിട്ട് പരിചയപ്പെടണ്ടേ? തീർച്ചയായിട്ടും. ഓക്കെ. നല്ല സുന്ദരായിട്ടുണ്ട് കേട്ടോ. അത് തന്നെ കാണാൻ യു ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ഭയങ്കര വെറൈറ്റി പേരാണ് കേട്ടോ, ഡൈജി അല്ലേ? നീ അത് ചോദിച്ചതാന്നേ മനസ്സിലാവില്ല. എനിക്കറിയാം ഡൈജിയുടെ സ്വദേശം രാജാക്കാടല്ലേ? രാജാക്കാട്. ബ്രോന്റെ പേര് എങ്ങനെയാണ്? എന്റെ പേര് പ്രിൻസ് എന്നാണ്. Prince. My God, Prince, you are making a kingdom. His name is that. See, you know, Alina, to have kids and to have a bigger family, അതൊക്കെ അതിനൊരു വലിയ മനസ്സ് വേണം. അതെ. You know? And അതിന് രണ്ട് പാർട്ട്നേഴ്സും സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ഐ എം ഷുവർ ചേച്ചി, what is മോളുടെ പേരെന്താ? This ചേച്ചി മാളു കുട്ടി must be having fun അല്ലേ? കുറെ ടോയ്സ് ഇങ്ങനെ അച്ഛനമ്മ തന്നോണ്ടിരിക്കല്ലേ അല്ലേ? ഈ ടോയ് മിണ്ടുന്നില്ലല്ലോ. അതെ, ഈ ചോയിന്റെ എടുത്തിട്ടെ. പ്രിൻസിന്റെ രണ്ടാമത്തെ പ്രിൻസ്, പറയൂ പേരെന്താണ്? ജോൺകുട്ടി. പേര് കേട്ടോ, ജോൺകുട്ടി. ജോൺകുട്ടി. കറക്റ്റ് ആയത് പ്രിൻസ് ആൻഡ് ഫാമിലി. Prince and family. ജോൺകുട്ടി. ഇനി ഈ അനീത്തിയുടെ കൊച്ചിന്റെ പേര് കേക്കട്ടെ. ചക്കി. ചക്കി. പക്ഷെ നിങ്ങളുടെ ശരിക്കുള്ള പേരെന്നാ? എവ്രിൽ ദിയ. വേണ്ട. എഫ്രൈൻ. അയ്യോ, എഫ്രൈം അല്ലേ? എഫ്രൈം. കെയ്സ്ലിൻ. ഇതൊക്കെ ഇട്ടപ്പോ എനിക്ക് അറിയണം. ഈ കുഞ്ഞിന്റെ പേര് എന്തായിരിക്കും ഇട്ടിട്ടുണ്ടാവാ? SAKL. പറയാൻ പറ്റും. എസക്കേൽ അടിപൊളി. Prince, യൂഷ്വലി പുറം രാജ്യത്തിൽ പോയി കഴിഞ്ഞാൽ സമയം ഉണ്ടാവാറില്ല. ഒരുപാട് ലൈക്ക് യുനോ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ഭയങ്കര പ്രഷറുള്ള ഒരു ലൈഫാണ്. അതിൽ ഹൗ കം യു ഗോട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വരാനുള്ള ഒരു ഐഡിയ ആൻഡ് ദെൻ ഹൗ ഡു യു മേക്ക്, എങ്ങനെയാണ് ലൈക്ക് ഒരു ദിവസം എങ്ങനെയാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാറുള്ളത്? കുട്ടികളെ ഉൾപ്പെടെ എല്ലാരെയും ഷൂട്ട് ചെയ്യാറുണ്ടോ? ഉണ്ട്. ആണോ? സോ ഹൗ ഡു യു ഡു ഇറ്റ്? അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 15 വർഷം മുമ്പ് ഫിൻലൻഡിൽ പോയതാണ്. ഞങ്ങൾ ഒരിക്കൽ ചതിക്കപ്പെട്ട് പോയതാണ്. ആ സമയത്ത് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഫിൻലൻഡിൽ എത്തിപ്പെട്ടതെന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ട് എല്ലാവരുടെ അടുത്തും മറുപടി പറഞ്ഞ് മടുത്തത് കൊണ്ട് ഇൻഫർമേഷൻ വീഡിയോസ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അതിനുശേഷം ഈ അടുത്തിടയ്ക്കാണ് ഫാമിലി വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ സമയം കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാര്യയും ഭർത്താവും ജോലി കഴിഞ്ഞ് വന്നാൽ ഭർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല ഭാര്യ എന്ന് വീട്ടിലെ ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഭാര്യ ജോലിക്ക് പോയിക്കുവാണെങ്കിൽ ഭർത്താവായി ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല ഭാര്യ വരാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ഉള്ളതുകൊണ്ട് സമയം കിട്ടും. കുട്ടികളെ എങ്ങനെയാ അത് ഹാൻഡിൽ ചെയ്യണേ? അതായത് ഇവരെല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. മാളുവാണെങ്കിൽ നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യുന്നുണ്ട്. ചക്കിയാണെങ്കിൽ അതുപോലെ തന്നെ ഈവൻ ജോണിക്കുട്ടി വരെ ആണെങ്കിൽ തന്നെ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കാനും നമുക്ക് വിശ്വസിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. സൂപ്പർ നല്ല സപ്പോർട്ട് സിസ്റ്റം എല്ലാവർക്കും. ഇനി ഒരു ഫാമിലിയും കൂടെ നമുക്ക് അവിടെ പരിചയപ്പെടാനുണ്ട്. യെസ് രാജേഷ്, ഹായ് പ്ലീസ്. ഡാൻസ് ഒക്കെ കളിച്ച് എത്ര മില്യൺ ഫോളോവേഴ്സും വ്യൂവേഴ്സും നിങ്ങൾക്കുള്ള നിങ്ങളുടെ രണ്ടുപേരുടെയും ഇൻസ്റ്റാ പേജ് തുറക്കുമ്പോ കാണാം. എനിക്കൊന്ന് ഏകദേശം ഒരു 1.something million ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷെ 29 എത്രയോ മില്യൺ വ്യൂസ് ഒക്കെയാണ് ഇവരുടെ ഓരോ ഡാൻസിനൊക്കെ വരുന്നത്. ഐ എം റിയലി സർപ്രൈസ്ഡ്. ഹായ് രാജേഷ്. ഹായ് രാജേഷ്, ആദ്യമായിട്ട് നിങ്ങൾ എങ്ങനെയാ സോഷ്യൽ മീഡിയയിൽ വന്നത്? പക്ഷെ അതിന്റെ മുമ്പേ എനിക്കറിയാലോ നിങ്ങളുടെ ലവ് സ്റ്റോറിന്റെ പറ്റി. അത് പറ ആദ്യം. ആക്ച്വലി ഇവളെന്റെ ജൂനിയർ ആണ് കോളേജില്. ഏത് കോളേജാ? ഗവൺമെന്റ് കോളേജ് കാസർഗോഡ്. കാസർഗോഡ്. അപ്പൊ അങ്ങനെ കോളേജിൽ നിന്ന് ലൈൻ അടിച്ച് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു. ആണോ? ഏത് വർഷം? 2016. ഒളിച്ചോട്ട് ഞാൻ അറിയേണ്ടതായിരുന്നല്ലോ. ഈ ഓടിയപ്പോ അവർ ഓപ്പോസിറ്റ് ഓടി കണ്ടില്ല. മറ്റേ വന്ദനത്തിന്റെ ക്ലൈമാക്സ് പോലെ ഇങ്ങനെ ഇരുന്നേ ഉള്ളൂ. ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ, ഫാമിലി എല്ലാം ഓക്കെയാണ്. പിന്നെ എങ്ങനെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വരാൻ തീരുമാനിച്ചേ? ഞങ്ങൾ ആക്ച്വലി ടിക്ടോക്ക് മുതലാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയ. പിന്നെ അത് കഴിഞ്ഞ് അത് ബാൻ ചെയ്തപ്പം നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് ചാടി. പിന്നെ യൂട്യൂബ് അങ്ങനെയൊക്കെ കുഴപ്പമില്ലാണ്ട് യൂട്യൂബിൽ 3 മില്യണും ഇൻസ്റ്റയിൽ 1.6 അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ പോകും. അല്ല അപ്പൊ വർക്ക് ഉണ്ടോ? അല്ലാതെ ഇപ്പം ഫുൾ ടൈം ഡിജിറ്റൽ ക്രിയേറ്റർ ഫീൽഡ് തന്നെയാണ്. അതെ, അത് ഭയങ്കര ജോബ് അല്ലേ? നമ്മൾ കോൺസെപ്റ്റ് ആലോചിക്കുക, ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡാൻസ് കളിക്കുക. നമ്മുടെ ഇഷ്ടത്തോടെ ചെയ്യുന്നോണ്ട് നമുക്കത് വലിയൊരു ഇതായിട്ട് തോന്നുന്നില്ല. എന്താ പേര്? ദീപ്തി എന്നാണ് പേര്. ചിന്നു എന്നാ വിളിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും. പക്ഷെ ചിന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയൂ. അപ്പൊ ഈ കാസർഗോഡില് ചിന്നു എന്ന് പറഞ്ഞ ഒരു ചിന്നു പറയൂ, എങ്ങനെ സോഷ്യൽ മീഡിയ ആദ്യം
ഓടിയിട്ട് കല്യാണം കഴിച്ചു. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പിന്നെ അത് കഴിഞ്ഞ് ടിക്ടോക്കിൽ വന്നു കഴിഞ്ഞിട്ടാണോ എല്ലാം ഓക്കെ ആയത്? അല്ലാതെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണോ ടിക്ടോക്കിൽ പോയത്? അല്ല കല്യാണം കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടിക്ടോക്കിലേക്ക് വരുന്നത്. ആ അപ്പൊ എല്ലാവർക്കും ഡൗട്ടാണ് നമ്മൾ ടിക്ടോക്കിൽ നിന്ന് ഇങ്ങനെ പ്രണയിച്ച് കല്യാണം കഴിച്ചവരാണോ. പക്ഷെ അല്ല, കല്യാണത്തിന് ശേഷമാണ് നമ്മൾ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് ഏട്ടൻ ഒറ്റക്കാണ് ചെയ്തോണ്ടിരുന്നത്, പിന്നെ വെറുതെ ഒന്ന് കൂടിയതാണ്, പിന്നെ രണ്ടാക്കി ഇൻട്രസ്റ്റ് ആയി, അങ്ങനെ ചെയ്ത് ഹായ്. പിന്നെ അവരൊരു കുടിൽ വ്യവസായമായി. മക്കളെ പറയൂ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ ലൈഫിനെ പറ്റി പറയൂ. എന്റെ പേര് അഭിനവ് സാഗർ. ഞാൻ ഇപ്പോ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജ് ട്രിവാൻഡ്രം ഇപ്പൊ ഡിഗ്രി ചെയ്യുകയാണ്. ടിനു എന്റെ ക്ലാസ്മേറ്റ്. ടിനു വയലിൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ? ഇല്ല, പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ? ഹൗ കം? ഈ UP സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ അമ്മ എന്നെ പിയാനോ പഠിക്കാൻ കൊണ്ടാക്കി. അപ്പോ അതേ സമയത്ത് എനിക്ക് ഇഷ്ടമുള്ള കാർട്ടൂണോട് ഞാൻ ആ ക്ലാസ്സിന് പോകത്തില്ലായിരുന്നു. പിന്നീട് എനിക്ക് പഠിക്കണം എന്ന് തോന്നി. ഞാൻ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് വയലിൻ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വെസ്റ്റേൺ ക്ലാസ് പഠിക്കാൻ കൊണ്ടാക്കി. ഞാൻ അതിനും പോയില്ല. പിന്നീട് നമ്മുടെ ബാലുചേട്ടൻ പോയപ്പോഴാണ് എനിക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നത്. അപ്പൊ അത് ഞാൻ സീരിയസ് ആയിട്ട് എടുത്ത് അത് ഗുരുനാഥനൊന്നും ഇല്ലാതെ തന്നെ തന്നെ പഠിച്ചേ. ആണോ? അത് ഭയങ്കരമാണല്ലോ. അതിപ്പോ എങ്ങനെ നോക്കി പഠിച്ചേ? എവിടെ നോക്കി പഠിച്ചേ? യൂട്യൂബിലൊക്കെ? അല്ല, എനിക്ക് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ സാധനം കൈ വരുമായിരുന്നു. പക്ഷെ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പൊ ഞാൻ ഇപ്പൊ ആ ഫിംഗറിംഗ് ഒക്കെ പൊസിഷനൊക്കെ ഇപ്പോ മ്യൂസിക് കോളേജ് കയറിയ ശേഷം കറക്റ്റ് ചെയ്തോണ്ടിരിക്കുക. ഒരുപാട് ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയിൽ എൻട്രി ചെയ്യണം, വരുമാനം. ഇപ്പൊ നിങ്ങളുടെ പോലെ നിങ്ങൾക്ക് അതൊരു വലിയൊരു കണ്ടന്റ് ക്രിയേറ്റർ, നിങ്ങൾ അതൊരു ഫുൾ ടൈം ജോബാണ്. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരോട് എന്താണ് പറയാ? എങ്ങനെയാണ് ഇത് തുടക്കം? അല്ലാതെ നമ്മളിപ്പോ ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് ഒന്നും അറിയില്ല, അവള് ഭയങ്കര വലിയ പ്രസ്ഥാനമാണെന്നാ വിചാരം. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല. അല്ല, അങ്ങനത്തെ ഒരാളോട് എന്താ പറയാ? നമ്മളെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. ഒരു മിനിറ്റ്, എന്നോടാ പറയണത്. അതായത് എന്നോട് ചില നമ്മ പറയുന്നവർക്ക് പറഞ്ഞാൽ മതി, അതൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. അല്ലല്ല, നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. കാസർഗോഡ് ഭാഷയിലല്ല, മലയാളത്തിൽ സംസാരിക്കണം. മനസ്സിലാവണ്ടേ? നമ്മളെ കാസർഗോഡ് ഭാഷനെ പുച്ഛിക്കുന്ന നമുക്ക് ഞാൻ കാണില്ല കാസർഗോഡ് വരുന്നില്ല. ഇപ്പിലെന്തെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ആരുമില്ല, ചോദിക്കാനില്ല, പറയില്ല. എന്ത് ബേജാറുന്നത്? ആരാ നമ്മളെ ശ്രീവിദ്യ മുല്ലശ്ശേരിനെ ആൽബാക്കുന്നടാ? ഇത് കണ്ടോണ്ടിരിക്കുന്നവരാ പ്രിയപ്പെട്ട കാസർഗോഡാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് അവിടെ നിന്ന് ഇവിടെ തള്ളക്ക് വിളി കിട്ടാറുണ്ട്. അപ്പൊ ശ്വേത ചേച്ചി ചോദിച്ചതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ മലയാളം ഭാഷയിലൊക്കെ പറഞ്ഞു. അപ്പം കൂടുതൽ ആൾക്കാർ ചോദിക്കുക നമ്മളോട് സ്റ്റാർട്ടിങ് തന്നെ യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടും, അതിൽ നിന്ന് എത്ര കിട്ടും. ലൈക്ക് ചില ആൾക്കാർ മണി മാത്രം എയിം ചെയ്തുകൊണ്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മളൊരു പാഷൻ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ട് ഇപ്പം നമ്മളാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനത്തെ ഒരു ഏണിങ് സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ടിക്ടോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ജസ്റ്റ് രാത്രി 2 മണി 1 മണിയൊക്കെയാണ് നമ്മൾ റീൽ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു 2 പേർക്ക് ഇഷ്ടത്തോടെ കൂടി ചെയ്തിട്ടാണ് ഇപ്പം ഈ ഒരു ലെവലിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പം അങ്ങനെ ആ ഒരു മൈൻഡിൽ ചെയ്യുക. അല്ലാണ്ട് നമ്മളൊരു എല്ലാത്തും ഇപ്പൊ എന്താ മണി മാത്രം വിചാരിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്താൻ പോകുന്നില്ല. ചില ആൾക്കാർ അത് ചിലപ്പം 2 വീഡിയോ ചെയ്യും, ഇതൊന്നും ആയില്ല, അവിടെ ഡ്രോപ്പ് ചെയ്യും. അതല്ല, നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു ഡേ നമുക്ക് എന്തായാലും നമ്മുടെ സക്സസ് ഉണ്ടാവും. എന്തായാലും വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. റിയലി നല്ലൊരു എന്താ പറയാ, നിങ്ങൾ നല്ല ഓളം ഉണ്ടാക്കാൻ പോവാണ്. സോ പ്ലീസ് വെൽക്കം. ഓക്കെ, സോ ഓളം അവിടുന്ന് തരാ, നമ്മൾ ഇവിടുന്ന് തിരിച്ച് ഫുൾ തമാശയും സ്കിറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പെർഫോമൻസ് കണ്ടാലോ? അഖിലേ, ആദ്യത്തെ പെർഫോമൻസ് എന്നാ? ചിരിച്ച് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് തരാം. അത് ചിരിയുടെ ഇൻഷുറൻസ് ആണ്. ചിരിച്ച് ഹൈ ആകുന്ന ഒരു ഇൻഷുറൻസ്. ചിരിക്കാൻ തയ്യാറായിക്കോ? കീഴിലൊരു ചിരി ഇൻഷുറൻസ്. യെസ്. ഓ, മറ്റേ മഞ്ഞപ്പൊടി. എന്താടി ഞാൻ ഈ മീൻകറി വെക്കാൻ ഈ വീട് മൊത്തം നോക്കി മഞ്ഞപ്പൊടിക്ക് വേണ്ടിട്ട് ഒരു തുള്ളി കാണുന്നില്ല. അപ്പോഴല്ലേ ഇവിടെ പ്രാന്തം കളി കളിക്കുന്നത്. ട്രെൻഡ് ഞാൻ ട്രെൻഡ് കളിച്ചതല്ല. നിനക്കറിയാലോ എന്റെ കാല് വയ്യാതിരിക്കുന്നു. ഞാൻ എന്താ വൈദ്യരെ പോയി കണ്ടു കഴിഞ്ഞപ്പോ അയാളെ പറഞ്ഞത്
പച്ചവെള്ളത്തിൽ അല്പം മഞ്ഞപ്പൊടി ഇട്ട് 3 നേരം കുടിച്ചു കഴിഞ്ഞാൽ എന്റെ അസുഖം മാറുമെന്ന്. എന്റെ ദൈവമേ, ഇത്തിരി വെള്ളം മഞ്ഞപ്പൊടി ഇട്ട് കുടിക്കാനായിട്ട് ഈ ട്രെൻഡുകാരനെ സാധിക്കണില്ല. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാളുണ്ടോ? 1.5 കൊല്ലായില്ലേ ബസ്സിന് ആക്സിഡന്റും പറ്റിയെന്ന് പറഞ്ഞിട്ട് ഇത് കെട്ടിപ്പോയി ഇവിടെ നടക്കാൻ വേണ്ടിട്ട് ഒരു പണിക്ക് പോയിക്കോട്ടെ നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന്. എടി പണിക്ക് പോയില്ലെങ്കിൽ എന്താണ്, ഞാൻ ഇവിടെ ഇരുന്നിട്ട് കാശുണ്ടാക്കണുണ്ടോ? ഓ, എന്റെ കാലിന് വയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടുകാര്, എന്റെ കൂട്ടുകാര്, എന്റെ വീട്ടുകാര്, പിന്നെ ഈ ചാരിറ്റി പ്രവർത്തകർ മുഴുവൻ എന്നെ കാണാൻ വരുന്നുണ്ടോ? വരുമ്പോ വെറും കൈയോടെയാണ് അവര് വരുന്നത്. അവരെനിക്ക് കാശ് തന്നിട്ടാ പോണത്. ഇടി ഞാൻ ഒരു ദിവസം രാവിലെ മുതൽ അന്തി വരെ കൂലിപ്പണി എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതിന്റെ ഇരട്ടി കാശ് ഞാൻ ഉണ്ടാക്കുന്നില്ലേ? പിന്നെന്താ നിനക്ക് കുഴപ്പം? നിങ്ങൾക്ക് വെറും മടിയല്ല, കുഴി മടിയാ. അങ്ങനെ നീ കുഴിമടിയനെന്ന് പറഞ്ഞതള്ളണ്ട. ഞാനേ പുതിയ ചില പദ്ധതികളൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. എന്ത് പദ്ധതി? മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് എനിക്കെങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. അതെങ്ങനെ? അതൊക്കെ വഴിയുണ്ട്. നമ്മുടെ ബസ് സ്റ്റാൻഡിലുണ്ടല്ലോ, മൂത്രപ്പുരയുടെ സൂക്ഷിപ്പുകാരനായിട്ട് ഞാൻ അങ്ങ് ഇരിക്കും. അപ്പൊ അവര് പോയി അകത്ത് പോയി പണിയെടുക്കും, പുറത്തിരുന്ന് ഞാൻ കാശുണ്ടാക്കും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നല്ല പരിപാടിയാണ്, നിങ്ങൾക്ക് പറ്റിയ പരിപാടിയാ. നിങ്ങൾ ഒരു കാലത്ത് നന്നാവൂല. വേണ്ട. ഹലോ ഹലോ, ആ താങ്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളാണോ? അതെല്ലോ. എങ്കിൽ ദിവസവും 1000 രൂപ സമ്പാദിക്കാൻ ഇതാ ഒരു സുവർണാവസരം. ദിവസവും 1000 രൂപ സമ്പാദിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ടൊരു കോള് വന്നതാണ്. ആണോ? ചോദിക്കുക എങ്ങനെയാന്ന്. ഹലോ സാറേ, അതെങ്ങനെയാണത്? നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. മൊബൈൽ ഫോൺ എടുക്കാം. ഏതെങ്കിലും മേസ്ത്രിയെ വിളിക്കാം. കൂടെ പണിക്ക് പോകും. വൈകുന്നേരം 1000 രൂപ ഉറപ്പായിട്ട്. ഏതെങ്കിലും മേസ്ത്രിനെ എന്നോട് വിളിക്കാൻ, എന്നിട്ട് അയാളുടെ കൂടെ പണിക്കോയാ വൈകുന്നേരം 1000 രൂപ എനിക്ക് തരാന്ന്. ഇനി ഇത്രയും കാലം നീ പറഞ്ഞിട്ട് ഞാനത് കേട്ടില്ല. പിന്നെയാണ് വല്ലയിടത്തും കിടക്കണം അവൻ. എന്റെ മനുഷ്യ, ഏതോ ഒരു മേസ്ത്രി നിങ്ങൾക്ക് പണിക്ക് വേണ്ടിട്ട് വിളിപ്പിച്ചായിരിക്കും. എന്നാ മേസ്ത്രി ചമ്മി നാർത്തേ ഉള്ളൂ. ഞാൻ പണിക്ക് പോകൂല. അത് തന്നെ. നിങ്ങൾ പോണ്ട. എന്റെ ഗതികേടിലല്ലാണ്ട് വേറെ എന്ത് പറയാനാണ്? നിങ്ങൾക്ക് അറിയോ, ഏതെങ്കിലും ഒരു ലംബോർഗിനിയുള്ള ഒരു മനുഷ്യനെ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കുക, അതായിരുന്നു എന്റെ ആഗ്രഹം. എടി, ലംബോർഗിനിയുള്ള മനുഷ്യനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്ത്? അയാള് കെട്ടാൻ പോകുന്ന പെണ്ണ് സൽസ്വഭാവിയായിരിക്കണം, സുന്ദരിയായിരിക്കണം, അവളുടെ കയ്യിൽ ഒത്തിരി സ്വത്തുണ്ടാവണം. ഇത് 3 നിനക്കില്ല, അതുകൊണ്ട് നിന്റെ ആഗ്രഹം നടക്കില്ല. പോയി തരുന്നുണ്ടോ? പോകുന്നു. ഓ, ബന്ധുക്കാരും സ്വന്തക്കാരൊക്കെ വരുന്നുണ്ട്. എന്താ? അഭിനയിക്ക്. കേറി പോരെ. കാലുമേലെ കാലുമേലെ കാലുമേലെ. അതല്ല, നിങ്ങളുടെ മേലോട്ട് നോക്കി നടക്കുന്നേ. അല്ല, കാലം മേലെന്ന് പറഞ്ഞു, മേലെ കാല് കണ്ടില്ല. ഹലോ, അവിടെ അല്ല, ഇവിടെ ഈ കാലുമേലെ എന്നാ ഉദ്ദേശിച്ചത്. നമസ്കാരം, ഞാൻ പ്ലിക്കൂസ് ഇന്റർനാഷണൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറാണ്. ആണോ? അതെ. ഞാൻ ഇവിടെ പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാണ്. ഇദ്ദേഹത്തിന്റെ പേര്? എന്റെ പേര് സുകേഷ്. സുകേഷ്, നിങ്ങളുടെ സുഖം ഇവിടെ യേശുല. ഈ എന്റെ കിടക്കും പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. 1 മിനിറ്റ്. എന്താണ് ട്രോളി ബാഗ് ഒക്കെ തുറക്കണുണ്ടല്ലോ? ഇതാണ് എന്റെ പുതിയ പ്രോഡക്റ്റ്. ഇതൊരു പട്ടിയല്ലേ? ഇത് പട്ടിയാണ്. ഇതിന് ഒരു ഉപകാരമുണ്ട്. അതായത് ഈ പട്ടിയെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുവച്ചാൽ പരിചയമില്ലാത്ത ആളുകൾ വരുമ്പോൾ ഈ പട്ടി കുരയ്ക്കും. ഈ പട്ടി നല്ലടോ, ഏത് പട്ടിയും പരിചയമില്ലാത്ത ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ കുരക്കും. പക്ഷെ ഈ പട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഇതിന് ഫുഡ് കൊടുക്കണ്ട, ഇഞ്ചക്ഷൻ കൊടുക്കണ്ട, പെറ്റ് ഷോപ്പിൽ കൊണ്ടുണ്ട. അതെല്ലേ? പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, പിന്നെ കന്നിമാസത്തിൽ ശ്രദ്ധിക്കണം. അതായത് ഈ കന്നിമാസത്തില് ഈ പട്ടിയെ വീടിനകത്ത് വെക്കണം. അതിനകത്ത് വെക്കണത്? അകത്ത് വെച്ചില്ലെങ്കിൽ ഈ പട്ടിയുടെ കണ്ടൻസർ അടിച്ചു പോകും. ഇതിനൊരു കുഴപ്പമുണ്ടല്ലേ? കൊള്ളാം. അല്ല, ഈ പട്ടിക്ക് എന്താ വില? ഈ പട്ടിക്ക് മാർക്കറ്റില് 50,001 രൂപയാണ് വില. 50,001 രൂപ? അത് ഭയങ്കര കൂടുതലാണ് കേട്ടോ. അല്ല, അങ്ങനെ പറയരുത്. ഇത് 2 ഗഡുവായിട്ട് അടച്ചാൽ മതി. 2 ഗഡുവായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ 50,001 പറഞ്ഞത്. അപ്പൊ അതിന്റെ ആദ്യ ഗഡുവായിട്ട് 1 രൂപ ഞാൻ അടക്കാം. പട്ടി ഇവിടെ വെച്ചേക്ക്. എന്നിട്ട് 50,000 രൂപ റെഡി ആവുമ്പോ ഞാൻ രണ്ടാമത്തെ ഗഡുവിന്റെ ചേട്ടനെ വിളിക്കാം. അന്നേരം വന്നാൽ മതി. പട്ടി വേണ്ട സാർ. അല്ല, പട്ടി വേണ്ട സാർ. കുഴപ്പമില്ല. വേറെ ട്രെൻഡിങ് ആയിട്ടുള്ള ഉഗ്ര സാധനമുണ്ട്. എന്താ? അത് പരിചയപ്പെടുത്തൂ. ചപ്പാത്തി പൊടി ഉണ്ട് സാർ, എടുക്കട്ടെ. ചപ്പാത്തി പൊടി. എന്തിന്? അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഉണ്ട് സാർ, എടുക്ക സാർ. ഇവിടെ ഒരു പൊടി വേണ്ട. അല്ലെങ്കിൽ ഉപ്പിലിട്ട മാങ്ങ എടുത്ത് സാർ, എടുക്ക സാർ. എന്തിന്? എന്താ എന്തെങ്കിലും എടുക്ക സാർ. പുഴുങ്ങിയ മുട്ടയിൽ എടുക്കുക സാർ. നിന്റെ കമ്പനിയുടെ പേരെന്താ പറഞ്ഞത്? പ്ലിക്കൂസ് ഇന്റർനാഷണൽ. പ്ലിക്കൂസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു വന്നിട്ട് നീ അച്ചാറും മഞ്ഞപ്പൊടിയും ഉപ്പിലിട്ട മുളകും ഇതൊക്കെയാണ് വിൽക്കണത്. എടാ, പുഴുങ്ങിയ മുട്ടയിൽ എന്ത് ടെക്നിക്കാണോ ഉള്ളത്? അല്ല, ഇത് വിൽക്കാനുള്ള എന്റെ ടെക്നിക്കാണ് സാർ. വിൽക്കാനുള്ളത് സാറേ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ്? ഇത് വിറ്റിട്ട് കമ്പനിക്ക് വൈകുന്നേരം 3500 കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഒരു പട്ടിയെ പോലും നടത്തും സാർ. മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഞാൻ കാണിച്ചുതരാം. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ അവരിങ്ങനെ
ഇങ്ങനെ പട്ടിപ്പൊളി നിർത്തും സാർ. ആ പട്ടിയെ പോലെ തന്നെ പോവാൻ നോക്ക്. ഇയാളൊന്ന് മുള്ളിയേച്ചു പോടോ. എന്താ സാർ? എന്റെ പെട്ടി എടുത്തിട്ടോ, ഞങ്ങൾക്കെങ്കിലും വേണ്ട ഈ വേഗം സാറൊന്നും. ഓക്കെ സാർ. ശ്ശോ, ഞാൻ ആലോചിക്കാണേ, ഈ ജീവിതത്തിൽ ഒരു സുഖമില്ലാത്ത മനുഷ്യനാ. പേര് കൊണ്ടോ സുകേഷ്. ആ പൊളിച്ച തെറി മാത്രം പറയുന്നത്. നിന്റെ പേരെന്താണ്? സുഭാഷിണി. ഇതാണ് പേരിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞത്. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഏത് സമയത്തും? അഭിനയം തുടങ്ങിക്കോ. ദാ കേറി വന്നോളൂ. കാല് മേലെ, കാല് മേലെ, കാല് മേലെ. കാല് മേലെ അങ്ങോട്ട് തല നിൽക്കണ സാറേ, അപ്പൊ കറക്റ്റ് കാല് മേലെയാവും. എന്താ ഈ തമാശക്കാരന്റെ പേര്? എന്റെ പേര് വിനോദ്. എന്തിനാണ് പറഞ്ഞത്? ഞാൻ ഇൻഷുറൻസിന്റെ ഏജന്റ് ആണ് സാറേ. ഓ, ഇൻഷുറൻസിന്റെ ഏജന്റ് ആണോ? അതെ അതെ അതെ. ഞാൻ എന്റെ ഈ കാല് മേല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഈ കാലിന് എന്താ പറ്റി സാറേ? ഒരു വർഷം മുമ്പേ ഒരു ബസ് ആക്സിഡന്റ് ഉണ്ടായതാ. അയ്യോ. ആ, എന്നിട്ട് ഞാൻ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡ്രൈവർ അവന്റെ ഭാര്യയായിട്ട് ഫോണിൽ സൊള്ളിക്കൊണ്ടാണ് അവൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് അവൻ ഭാര്യയായിട്ട് തെറ്റി കഴിഞ്ഞപ്പോ നിന്നെ ഞാനിന്ന് കൊല്ലോടി, ബസ് കയറ്റി കൊല്ലോടി എന്ന് പറഞ്ഞിട്ട് ഇവൻ വണ്ടിയിൽ ഒറ്റ വളക്കല നേരെ ഒരു കുഴിമന്തി കടയിലേക്ക് ഇടിച്ചു കയറുന്നത്. 18 സ്പോട്ടിൽ തീർന്നു. അയ്യോ, 18 ആള് സ്പോട്ടിൽ തീർന്നു. 18 ആളല്ല, പിന്നെ 18 കുഴിമന്തി സ്പോട്ടിൽ തീർന്നു. കുഴിമന്തിയാണ് സ്പോട്ടിൽ തീർന്നത്. ആ വണ്ടി ഇടിച്ച ബഹളത്തിൽ ആൾക്കാരെടുത്തോട്ട് ഓടിയത്. അയ്യോ, അന്ന് ആ ആക്സിഡന്റ് പറ്റിയതായിരിക്കും. അങ്ങനെയാണ് പറ്റിയതല്ലേ? അങ്ങനെ എന്റെ കാല് പോയത്. ആ ബസ്സിൽ ഒരു ദിവാകരൻ എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായിരുന്നോ? മരിച്ചുപോയാണ്. മരിച്ചുപോയില്ലേ? അയാൾക്ക് 50 ലക്ഷം രൂപ ഇൻഷുറൻസ് അയാളുടെ ഫാമിലിക്ക് നൽകിയത് ഞങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയാണ്. മാത്രമല്ല അയാളുടെ വിധവയായ ഭാര്യക്ക് സർക്കാർ ജോലിയും കൊടുത്തല്ല. ആണോ? പിന്നല്ലാണ്ട്. ഹരിയ, അതിനൊക്കെ വേണൊരു യോഗം. അതല്ല നിങ്ങൾ തലനാരിക്കാളെ രക്ഷപ്പെട്ടത്. അതെ അതെ. അപ്പൊ ഒരു പണിയാ, നമുക്കൊരു ഇൻഷുറൻസ് അങ്ങോട്ട് ചേർന്നാലാ? അത് നല്ലൊരു ഐഡിയ ആണ്. എനിക്ക് ഇൻഷുറൻസിലൊന്നും വലിയ താല്പര്യമില്ല. അല്ല, പക്ഷെ ഭാര്യക്ക് നല്ല താല്പര്യമുണ്ട്. ഇത് ചിരിക്കണല്ലേ? ആ മുഖം കണ്ടറിയാ. എന്തായാലും ഒന്നും നോക്കണ്ട, നിങ്ങൾ ആധാർ കാർഡ് എടുക്കരുതേ. ഞാൻ പുള്ളിയുടെ പേരിൽ ഒരു ആധാർ കാർഡ് എവിടെയെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കുക. അല്ല, പിന്നെ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ ഭാര്യ. ആധാർ കാർഡ്. ആഹാ, അടിപൊളി. അപ്പൊ നമുക്ക് നല്ലൊരു ഇൻഷുറൻസ് അങ്ങോട്ട് ചേർന്നേക്കാം. സാധാരണഗതിയിലെ കാര്യങ്ങള് വിശദീകരിച്ചതിന് ശേഷമാണ് ഇൻഷുറൻസ് ചേർക്കാറ്. ആ, ഇൻഷുറൻസിൽ ചേർക്കാറുണ്ടോ? ഞാൻ കരുതി രാജധാനി എക്സ്പ്രസിലും മെട്രോയിലും മാത്രമേ ചേർക്കാറുള്ളൂ എന്നാണ്. അയ്യോ, ആ ചേർക്കാറല്ല, ഇൻഷുറൻസിൽ ചേർക്കാറുള്ളതെന്ന് പറഞ്ഞതാ. ചേർക്കാറല്ല. അപ്പോ താങ്കളുടെ പേരിൽ ഒരു പോളിസി റെഡിയായി കഴിഞ്ഞു. പോളിസി റെഡിയായി? വലിയൊരു എമൗണ്ടിന്റെ പോളിസി ഞാൻ ചേർത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടാ. ഇനി ഒരു കാര്യം മനസ്സിലാക്കണം, ഈ നിമിഷം മുതൽ നിങ്ങളൊരു വലിയ പോളിസി ഉടമയാണ്. ഇനി താങ്കൾക്ക് എന്ത് സംഭവിച്ചാലും, താങ്കൾ തട്ടിപ്പോയാലും, നിങ്ങളുടെ ഭാര്യക്ക് കിട്ടുന്നത് 58 ലക്ഷം. എത്ര? 58 ലക്ഷം. ഞാൻ തട്ടിപ്പോയാലല്ലേ അത് കിട്ടുള്ളൂ? അല്ലല്ല, ഞാൻ തട്ടിപ്പോയിട്ടില്ലല്ലോ. അല്ല, എനിക്കിപ്പോഴും ജീവനുണ്ടല്ലോ. ജാതക പ്രകാരം എനിക്ക് 95 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തട്ടിപ്പോയാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. മതി. ആ ടൈപ്പ് പോളിസി ആണല്ലോ ഇത്. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അതായത് ഇപ്പൊ പോളിസിക്ക് റെഡി ആയല്ലോ? എല്ലാം റെഡിയാണ്, കറക്റ്റ് ആണ്. ഇനി അങ്ങോട്ട് ചാലുവായി കിടക്കല്ലേ? അങ്ങനെയാണെങ്കിലേ ഇന്ന് രാത്രി ഇങ്ങേര് തട്ടിപ്പോവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? എങ്ങനെ? ഇന്ന് രാത്രി ഇങ്ങേര് തട്ടിപ്പോവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇപ്പൊ പോളിസി ഇപ്പൊ തന്നെ ചേർന്ന ലെവലില് ഇന്ന് രാത്രി തന്നെ പുള്ളി തട്ടിപ്പോവാണെങ്കിൽ. എടീ, അപ്പൊ നീ എന്നെ കൊണ്ട് ഇൻഷുറൻസ് ചേർപ്പിച്ചിട്ട് ഇന്ന് രാത്രി എന്നെ തട്ടിക്കളയാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ അങ്ങനെ ചെയ്യോ? പിന്നെ നീ അല്ലേ പറഞ്ഞത്? എനിക്ക് നിങ്ങൾ അങ്ങനെയൊക്കെ കൊല്ലാൻ പറ്റുമോ? ഞാൻ കൊല്ലോ നിങ്ങളെ. ഞാൻ സുഭാഷിണിയാണ്, ചേട്ടന്റെ ഭാര്യ. ഞാൻ അങ്ങനെ ചെയ്യോ? തോന്നുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നു? കണ്ടോളൂ, എന്റെ ഭാര്യയുടെ സ്നേഹം കണ്ടോളൂ. ഞാൻ തെറ്റിദ്ധരിച്ചു അവളെ. ഞാനും ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു പോയി. കാലതല്ലേ സാറേ, അതുകൊണ്ടാണ്. ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ചേട്ടനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എനിക്കറിയാം. ഞാൻ ഒരിക്കലും ചേട്ടനെ ഉപദ്രവിക്കൂല, സത്യം. പക്ഷേ ഞാൻ കൊട്ടേഷൻ കൊടുക്കും. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഇനി നിങ്ങൾക്കാർക്കും എന്റെ ഈ 3 അണ്ണന്മാരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. എന്നാലും പരിചയപ്പെടുത്താം. രാധാശണ്ണൻ, റെജി അണ്ണൻ, അനീഷ് അണ്ണൻ. ആ നടുക്കിയേക്കുന്ന ഇല്ല, സാധാരണ നിങ്ങളോടാണ്.
സാധാരണ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഞാനല്ല, നമ്മളെല്ലാവരും പറയാറുണ്ട് 50,000 രൂപ അടിക്കണം, 50,000 രൂപ മേടിച്ചാലേ എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇത്തവണ 50,000 രൂപ അടിക്കണമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഇത്തവണ മുതൽ 50,000 രൂപ ഈ ഫ്ലോറിൽ മേടിച്ച വേറൊരു സന്തോഷ വാർത്ത കൂടി ഉണ്ട്. 50,000 രൂപ മേടിച്ചു കഴിഞ്ഞാൽ കോമഡി മാസ്റ്റേഴ്സ് ഓണം പ്രമാണിച്ച് ഉത്രാട ദിവസം നടത്തുന്ന ഓണം മെഗാ ചാർജ് ഇവന്റ് ഉണ്ട്. ഈ ചാർജ് ഇവന്റിലേക്ക് ഇത്തവണ മുതൽ 50,000 രൂപ മേടിക്കുന്ന ടീമുകൾ ഡയറക്റ്റ് അവിടെ ചെല്ലും. നമുക്ക് പോണം. അത് മാത്രമല്ല 50,000 രൂപ മേടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ ചില്ലറ പൈസ പരിപാടിയല്ല, വലിയ എമൗണ്ട് കളിയാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ ഇവിടെ ഇരുന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ച് ഇങ്ങനെ പൈസ തരും അങ്ങനെയുള്ള പരിപാടിയല്ലേ. ഇത്തവണ വേറൊരാളും കൂടെ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് 50,000 രൂപ കിട്ടും. അതായത് ചാർജ് വിട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരാളുണ്ട്. അത് മനുഷ്യരല്ലേ, മിഷ്യനാണ്. നിങ്ങൾ 50,000 രൂപ മേടിച്ചു കഴിഞ്ഞാൽ ആ മിഷ്യൻ ഇവിടെ ടക്കന വരും, നിങ്ങളെ ഇവിടെ നിന്ന് എടുക്കും, നേരെ ആ ഇവന്റിൽ കൊണ്ടിരുത്തും. മനസ്സിലായില്ലേ? അപ്പം 50,000 രൂപ മേടിക്കണം, ഉത്രാട ദിവസം പോണം, ആഘോഷിക്കണം. അതും പോരാഞ്ഞിട്ട് ഇത്തവണ നിങ്ങളുടെ സ്കിറ്റ് കാണാൻ വന്നിരിക്കുന്ന ഇന്റർനാഷണൽ ഗസ്റ്റുകളാണ്. നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾ ഓക്കെ അല്ലേ? ചേച്ചി ഓക്കെ അല്ലേ? ചേച്ചി എല്ലാവരുടെ ബാറ്ററി ഓക്കെ ആണോ നോക്കി? ബാറ്ററി ഓൺ ആയിക്കോ. ബാറ്ററി ഓൺ ആണ്, ഫുള്ള് സെറ്റ് ആണ്. അപ്പൊ 50,000 രൂപ മേടിക്കണേ, ഉത്രാട ആഘോഷിക്കണം, തിരുവോണമൊക്കെ അടിപൊളിയാക്കണം. അപ്പൊ എല്ലാവരും കൂടെ ചേർന്ന് ഓൾ ദി ബെസ്റ്റ് ഒരു ഗൈഡിയും കൊടുത്തോ. സാറേ, എനിക്കിവിടെ ഒരുപാട് നേരം നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾക്കേ എപ്പോഴും പോയി വരാൻ വേണ്ടി ഇയാളുടെ പെണ്ണുപിള്ളയുടെ വീടല്ല, ഇത് കോടതിയാന്ന് ഓർത്തോണം. സാറേ, ഞാൻ ആദ്യമായിട്ടാണ് കോടതി കയറുന്നത്, എനിക്ക് കോടതിയെ പറ്റി ഒന്നും അറിയത്തില്ല. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഉണ്ട്, എന്റെ പെണ്ണുമ്പിള്ള എനിക്ക് സംശയമുണ്ട്. എന്റെ പെണ്ണുപിള്ള സംശയപ്പെട്ടൊരു കാര്യമില്ല, കോടതി സംബന്ധമായി വല്ല സംശയം ഉണ്ടോ ചോദിച്ചത്? ഉണ്ട് സാറേ. കോടതി ഏത് സമുദായമാ? സമുദായമോ? അവിടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ കോടതി സമുദായം. അയ്യോ, കോടതി സമുച്ചയം അങ്ങനായിരുന്നു. സാറേ, വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ ജഡ്ജി ഇങ്ങോട്ട് വന്നാലും ഉടനെ ചുറ്റിയിലെടുത്ത് വെച്ച് ടപ്പോ ടപ്പോ അടിക്കുമല്ലോ, ഇതിനാ? അവിടെ 2 ആണി പൊങ്ങിയിരിപ്പുണ്ട്, അത് അടിച്ചിതാക്കുക. സാറ് ചേംബറിലുണ്ട്. സാറ് ചേമ്പല ഉണ്ടെങ്കിൽ ഞാൻ വാഴയില ഉണ്ണും. കാര്യമല്ല പറഞ്ഞത്, സാറ് ഇപ്പൊ എൻട്രി ആവും. എന്നാ ഞാൻ കൺട്രി ആവും. അയ്യോ, എടാ കൺട്രിയുടെ അർത്ഥം അറിയാമോ? ഇല്ല. ഇവൻ ചിച്ച മേടിച്ച് അടങ്ങത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ. ചിച്ച. എത്രാം ക്ലാസ് വക്കീല? ഞാൻ 1ാം ക്ലാസ് വക്കീല. 1ാം ക്ലാസ് അല്ല, നിലത്തെഴുത്താ. അല്ല, സാറ് ബെഞ്ച് പണിയാൻ പറഞ്ഞായിരുന്നോ? ഇല്ല. ഒരാൾ ബെഞ്ചും കൊണ്ടുവരുന്നത്. അയ്യോ, അത് ഇവിടുത്തെ ബെഞ്ചിലാക്കാം. അയ്യോ, പുള്ളി രാവിലെ ബെഞ്ചുമായിട്ട് വരും, വൈകിട്ട് ബെഞ്ചും കൊണ്ടങ്ങ് പോകും. രാത്രിയിലോ? രാത്രി ബെഞ്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും. കഷ്ടം ആ ബെഞ്ചിന്റെ ഒരു അവസ്ഥ. ഏതായി കേസ് കേട്ട്? കേസ് കേട്ടോ? അല്ല, ഇത് എന്താ ഈ കേസ്? അത് നമ്മുടെ വെട്ടിക്കവല കൊലക്കേസ് പ്രതിയാ. വെട്ടിക്കവല കൊലക്കേസല്ല, പിന്നെ പെട്ടിക്കട കൊലക്കേസ്. ഓ, കക്കൂസ് നമ്പർ 1. അല്ല, അക്യൂസ് നമ്പർ 1. പണ്ട് കുട്ടിക്കാലത്ത് ഞാൻ ഇതുപോലെ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പല കേസുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കുട്ടിക്കാലത്ത് കൊച്ചിനെ നമുക്ക് ജോലി കിട്ടും അങ്ങനെ? കുട്ടിക്കാലത്തന്നല്ല, കുട്ടിക്കാലം അതങ്ങ് ഇടുക്കിയില്ല. അത് ശരി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. എന്റെ പേരിൽ ആവശ്യമില്ലാത്ത കള്ളക്കേസ് എഴുതി വെച്ചിരിക്കുവാണ് പ്രതാപൻ വക്കീല്. പ്രതാപൻ വക്കീല് അതാരാ ഈ നിൽക്കുന്നത്? അയ്യോ, ഇത് പ്രതിഭാവൻ വക്കീല്. ആ വക്കീൽ. സാർ കേസ് വായിക്കാൻ പറ. സാറേ, ആ കേസ് ഒന്ന് വായിച്ചേ കേട്ടെ. KSP 22 ബാർ. KSPക്ക് 22 ബാറോ? അല്ല, KSRTC 22 ബാർ. KSRTCക്ക് ബാറൊക്കെ തുടങ്ങിയത് എന്തോ സാറേ ഈ പറയുന്നേ? രാജേന്ദ്രന്റെ വാദം. അതെന്തോ ഇതിനു മുമ്പ് ഇവന് പിത്തമായിരുന്നു. എന്റെ പൊന്ന് സാറേ, ഇത് പ്രതിയെടുത്തൊക്കെ നേരത്തെ കാലത്ത് ചോദിച്ചു മനസ്സിലാക്കി വെക്കാൻ പാടില്ലയോ? അതിനൊക്കെ ഒരു നാക്കൊണ്ട് വേണേ കണ്ടുപഠിച്ചോണം. ശരി. രാജേന്ദ്ര, ഇപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട്? സാറേ, ഇപ്പൊ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ ഇവിടെ നിൽക്കുവാ. അയ്യോ, അതല്ല ചോദിച്ചത്, അച്ഛനും അമ്മയും ഉണ്ടോ എന്നാ ചോദിച്ചേ. അച്ഛനും അമ്മയും ഉണ്ടായിട്ടാണല്ലോ ഞാൻ ഉണ്ടായത്. രാജേന്ദ്ര, കൃത്യം നടന്നത് എപ്പോഴാണ്? സാറേ, കൃത്യം 5 മണിക്കാൻ നടക്കാൻ ഇറങ്ങി. രായൻ ചേട്ടന് ചായക്കട ചെന്ന് ഒരു ചായ കുടിച്ച് വയറ്റിലെത്തി. പിന്നെ ചായ കുടിച്ചാ വയറ്റിലോട്ടല്ലേ പോകുന്നേ? അതല്ലെന്ന്, ചായ കുടിച്ച് തിരിച്ചെന്ന്. ഓ, ഇയാളെന്താണ് ചായ കുടിച്ചിട്ട് ചിരിക്കുന്നത്? എന്തോ പറയുന്നത്? എന്റെ രാജേന്ദ്ര, രാജേന്ദ്രന്റെ നാട്ടിൽ ഒരു കൊല നടന്നില്ലയോ? അതിനെ കുറിച്ചാണ് ഞങ്ങൾ ചോദിച്ചു വരുന്നത്. സാറേ, യഥാർത്ഥത്തിൽ കൊലയല്ല നടന്നത്. പിന്നെ കൊലയും തലയിൽ വെച്ച് ഞാനാ നടന്നത്. മനഃപൂർവ്വമായിരുന്നോ? മലപ്പുറത്തല്ല, എന്റെ നാട്ടില്. ആരുടെ കൊലയാ? ആരുടെയും കൊലയല്ല, എന്റെ സ്വന്തം കൊലയാ. സാറേ, തന്റെ സ്വന്തം കൊലയും കൊണ്ട് എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. കൊലക്കടയിൽ പോയി. കൊലക്കടയിൽ പോയെന്നോ? കൊലക്കട അല്ലെന്ന്, കൊലക്കട. സാറേ, കൊല വിൽക്കുന്ന കടയിൽ പോയി. സാറേ, എനിക്കൊരു തെറ്റ് പറ്റി. അതെന്തുവാ? ഇത് കൊലപാതകം എന്നും പറഞ്ഞല്ലേ എഴുതി വെച്ചത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇത് മോഷണ കേസാണ്. അത് ശരി. ഒരു മോഷണ കേസ് കൊലപാതക കേസാക്കി മാറ്റിയതും പോരാ, കോടതിയുടെ വിലപ്പെട്ട സമയം കളഞ്ഞതിന് വക്കീൽ സാറിന് ജഡ്ജിയുടെ വകാട്ട് 2 പെറ്റി കിട്ടും. ആര് പെറ്റ്? തന്റെ പെണ്ണുമുള്ള പെറ്റ്. അയ്യോ, ഞാനിവിടെ നിൽക്കുമ്പോ എന്റെ ഭാര്യ പെറ്റേ. അതല്ലെന്ന്, എനിക്ക് കോടതി 2 പെറ്റി അടിച്ച കാര്യം പറയുന്നത്, മനസ്സിലായോ? അതായിരുന്നു. സാറേ, ഇവ നിരപരാധിയാണെന്നാ എനിക്ക് തോന്നുന്നത്. സാറേ, ഇവൻ നിരപരാധി അല്ല. പിന്നെ
ഇവൻ ചന്ദനം അടിച്ചു മാറ്റി. സാറേ ഞാൻ ചന്ദനം കടത്താൻ പോയിട്ടൊന്നുമില്ല. ഞാൻ ചന്ദനം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. എവിടുന്ന്? അമ്പലത്തിലെ തിരുമേനിയുടെ കയ്യിൽ നിന്ന്. നീ പിന്നെ വഞ്ചി എടുത്തോണ്ട് പോയതോ? ഈ സാറിന് പറഞ്ഞത് വഞ്ചി എടുത്തോണ്ട് പോയാ? സാറുണ്ടെങ്കിൽ വഞ്ചി എടുത്തോണ്ട് പോന്നെ. നീ വഞ്ചി എടുത്തോണ്ട് പോകുന്ന സാക്ഷികളുണ്ട് കണ്ടവര്. ആരെങ്കിലും വഞ്ചി എടുത്തോണ്ട് പോവാ? വഞ്ചി തുഴഞ്ഞില്ലേ പോന്നെ? അയ്യോ വഞ്ചി തഴഞ്ഞു പോകുന്ന കാര്യമല്ല പറഞ്ഞത്. നിന്റെ അച്ഛൻ വഞ്ചിക്കകത്ത് പൈസ ഇട്ട് വെച്ച് നീ എടുത്തോണ്ട് പോകുന്ന കണ്ടെന്നാ പറഞ്ഞത്. ഞാൻ അച്ഛനെ ഒന്ന് വിളിക്കട്ടെ. എന്റെ അച്ഛനെയോ? അല്ല എന്റെ അച്ഛനെ. അയ്യോ അച്ഛനെ വിളിക്കാൻ പറഞ്ഞില്ല. നിയമം അറിയാമോ? അറിയാലോ, തിരുവനന്തപുരത്തില്ലേ അത്? തിരുവനന്തപുരത്ത് കാര്യമായി മൈല എവിടാ ചോദിക്കായിരുന്നു. സാറേ ഞാൻ നിരപരാധി സാറേ, എന്നെ വിടണം സാർ. സാറേ ഇവൻ നിരപരാധിയാ. ഇവനെ നമുക്ക് നല്ല നടപ്പിന് വിട്ടേക്കാം. നല്ല നടപ്പ് അറിയാമോ? അറിയാലോ. അയ്യാ നടപ്പല്ല. സാറേ എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. അയ്യോ എന്താ കാര്യമോ? സാർ ഇതിന്റെ മൂന്നാമത്തെ വീടിന് അപ്പുറത്ത് ഞാൻ കൊല നോക്കി വെച്ചിട്ടുണ്ട്. എനിക്കത് വെട്ടണം പോയി. മൂന്നാമത്തെ വീട് ജഡ്ജി സാറിന് വീടല്ലയോ? ജഡ്ജി സാർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഇവനെ തൂക്കി കൊല്ലാനെങ്കിലും വിധിക്കും. അല്ലയോ വക്കീൽ സാറേ? യെസ് പ്രസീദ. പ്രസീതയല്ല, ശ്രീവിദ്യ. അത് അങ്ങനല്ല. അങ്ങനെ എങ്കിൽ അങ്ങനെ. മറ്റൊരു ഗംഭീര സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ശിവ ചേച്ചി എന്ത് തോന്നുന്നു ഇവരുടെ സ്കിറ്റിനെ പറ്റി? നല്ല എനർജി, നല്ല പെർഫോമൻസ്, കുറേ കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. കുറച്ച് ഗൈഡൻസിന്റെ കുറവുള്ളൂ സത്യം പറഞ്ഞാല്. അല്ലാതെ എല്ലാവരും കറക്റ്റ് എന്താ പറയാ, നമ്മൾ പറയാം മീറ്റർ കറക്റ്റ് ആയിട്ടാണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്, എല്ലാം അറിയാം. ഒരു ഗൈഡൻസ്, നല്ലൊരു ഗൈഡൻസ് കിട്ടിയ ഈ പോക്ക് പോവാണെങ്കിൽ നമുക്ക് അങ്ങ് വരെ എത്താം. എത്തും. ചേച്ചി ഇവരുടെ ഒരു കോമഡിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിഷ്കളങ്ക കോമഡി. അതെ, നല്ല രസമുള്ള ഹ്യൂമർ. അത്രേ ഉള്ളൂ. അത് മാത്രമല്ല ഓരോരോ ക്യാരക്ടർ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞങ്ങൾക്ക് സന്തോഷമായ കാര്യം ഞങ്ങൾ പറയട്ടെ. ഞങ്ങൾ കഴിഞ്ഞ സ്കിറ്റ് ഞങ്ങൾ കളിച്ചിട്ട് പോയി. ഞങ്ങൾ ഇച്ചിരി വിഷമിച്ചാണ് ഇവിടെ പോയത്. പക്ഷെ സ്കിറ്റ് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾക്ക് ഭയങ്കര വിജയമായിരുന്നു. സ്കിറ്റ് കണ്ടിട്ട് എല്ലാവരും ഞങ്ങളെ വിളിച്ചു. റീൽസ് കട്ട് ചെയ്തിട്ടപ്പോഴത്തേക്ക് ഒന്നാമത്തെ ദിവസം തന്നെ 1 മില്യൺ ആയി. രണ്ടാമത്തെ ദിവസം 2 മില്യൺ ആയി. അങ്ങനെ 5 മില്യൺ വരെ വന്നു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അടിപൊളി. ഇതിനു മുമ്പ് നിങ്ങൾക്ക് എന്നായിരുന്നു വർക്ക്? ഇത് സ്കിറ്റ് ഒക്കെ തന്നെയല്ലായിരുന്നോ? സ്കിറ്റ് നടന്ന് നോക്കിയെങ്കിലും ഞങ്ങൾ ഡയലോഗ് പറഞ്ഞിട്ടൊന്നുമില്ല സ്കിറ്റില്. അപ്പൊ അത് എന്നെ ചെറിയ ചെറിയ റോളുകളായിരുന്നു. അറിയപ്പെടുമെങ്കിലും സംസാരിച്ചിട്ടില്ല. സംസാരിക്കാൻ പോയിട്ടുണ്ട്. മാറിപ്പോയില്ല. ഞങ്ങൾ മറ്റുള്ള ചാനലിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയെന്ന് വെച്ചാൽ 12 വർഷം ഒരു ചാനൽ അങ്ങനെ പോയി നിന്ന് അവിടെ ഞങ്ങൾ ഇങ്ങനെ പുറകെ മാറി കുന്തം പിടിക്കാനും അതൊക്കെ നമുക്ക് തന്നോട്ടുള്ളൂ. ഒരു നല്ലൊരു ഡയലോഗ് എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് ഈ ഫ്ലോറിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇതെന്താ അറിയോ? അതായത് എൻ്റെ കൂടെ ഒരുപാട് സ്കിറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ 3 പേരും. അതായത് ഒരുപാട് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് എങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കൂട്ടത്തിലായിരുന്നു ഇവരൊക്കെ. ഞാനിവര് ഫസ്റ്റ് ഇവിടെ സ്കിറ്റ് കളിയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇവരെ ഫ്ലോറിൽ കാണുമ്പോൾ ഏറ്റവും സന്തോഷം എനിക്കാണ്. കാര്യം എൻ്റെ കൂടെ ആയതുകൊണ്ട് ഒരു 8 വർഷത്തോളം ഞങ്ങളുടെ എല്ലാ സ്കിറ്റിലും ഉണ്ടായിരുന്ന ആളാണ് ഈ നിൽക്കുന്ന രാധാകൃഷ്ണൻ ചേട്ടൻ. രാധാകൃഷ്ണൻ ചേട്ടൻ ഒരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അടുത്ത് ചില സ്കിറ്റില് ഈ സ്കിറ്റിലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ സ്കിറ്റിൽ എനിക്ക് ഡയലോഗ് തരില്ലേ. അത് സാധാരണ ചിലര് നമ്മുടെ അടുത്ത് എന്ത് പറയും, ആണോ ഒരു ഡയലോഗ് തരണേ എന്ന് പറയുന്നിടത്ത് രാധാകൃഷ്ണൻ ചേട്ടൻ ഞാൻ സ്കിറ്റിൽ എനിക്ക് ഡയലോഗ് തരരുത് അങ്ങനെ പറഞ്ഞ ആളാണ് രാധാകൃഷ്ണൻ ചേട്ടൻ. അഖിലവരെ ശരി, എനിക്ക് ഇവിടെ ടീം ഇഷ്ടമായിരുന്നു. ഞാൻ കൂടെ നിന്നെല്ലാം കണ്ടുപിടിച്ചാണ്. ലാൽബാബിന്റെ കൂടെ നിന്നെല്ലാം കണ്ടുപിടിച്ചു. ഇവിടെ വന്ന് കളിച്ചു. അതാണ് വരട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, എല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കട്ടെ. ഇന്ന് എത്രയാണ് ചാർജ് കയറിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ കൺഗ്രാറ്റുലേഷൻസ്. 15,000 rupees ആണ് നിങ്ങൾ 3 പേർക്കും ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ടീമിന് കിട്ടിയിരിക്കുന്നത്. സന്തോഷായില്ലേ? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്നോണം. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു തവണ നിങ്ങളുടെ സ്കിറ്റിന് 50,000 ലഭിക്കുവാണെങ്കിൽ എങ്ങോട്ടാ പോകുന്നത്? ഉത്രാടം സ്പെഷ്യൽ നമ്മൾ ഒരുമിച്ച് പൊളിക്കും. മാത്രമേ ഉള്ളൂ. ഓക്കെ, മേടിക്കും ചെയ്യും, അവിടെ വരികയും. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതാണ് ആ ധൈര്യമാണ് വേണ്ടത്. അപ്പൊ ശരി ചേച്ചി, 15,000 ഇട്ട് കൊടുത്തോളൂ. ഓൾ ദി വെരി ബെസ്റ്റ് എടാ. കാണുമ്പോൾ അടിപൊളിയാക്കി പൂരമായിരിക്കണം തീർച്ചയായിട്ടും. ഓക്കെ, കോമഡി മാസ്റ്റേഴ്സിൽ നമുക്കൊരു ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ചേച്ചി, ചിരിക്കൂട്ടം ആൻഡ് നാട്ടുകൂട്ടം, ബിഗ് ഹലോ എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സ് ഓണം മെഗാ ചാർജ് ഇവന്റിലേക്ക് നല്ല അടിപൊളി ടിക്കറ്റ് റെഡിയാക്കാനായിട്ട് 2 കിടിലങ്ങൾ എത്തിയിട്ടുണ്ട്. അതിലൊരാൾ നമുക്ക് ഓൾറെഡി അറിയാം, നമ്മുടെ ശരത്താണ്. വെൽക്കം ശരത്. ആൻഡ് ശരത് ഒരു പുതിയ ആളെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. ഓക്കെ, ഹായ് ചേച്ചി, പേരെങ്ങനെ?
ശരത്തിന്റെ കൂടെ വരുന്ന ഷൈൻ. മനസ്സിലാവില്ല ഓ, നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ വേഷം. Compliment തന്നല്ലേ? എന്തായാലും ഇവിടെ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേക്കും കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നത്തേലും കാലം കൂടുതൽ വാശിയൊക്കെ വേണ്ട ഒരു സമയമാണിത്. എങ്ങനെയുണ്ടത്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ശരി. അപ്പൊ എന്തായാലും ഇവര് സ്കിറ്റ് കളിക്കാനായിട്ട് റെഡിയാണ്. ഇവർക്ക് ഏറ്റവും വലിയ പ്രോത്സാഹനം കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടുകൂട്ടമാണ്. ചിരി ഇഷ്ടമാവുമെങ്കിൽ, തമാശ ഇഷ്ടമാണെങ്കിൽ നന്നായിട്ട് കായ് അടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ ഓക്കെ ചേച്ചി, ബാറ്ററി ഓൺ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ബാറ്ററി ഓൺ. അപ്പോൾ ശരത്തിനും ഷൈനും ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ ഹലോ, ആരാ? ഉദയത്തിൽ ചന്ദ്രനായിരുന്നേ. ഉദയത്തിൽ ചന്ദ്രനല്ലല്ലോ, ഉദയത്തിൽ സൂര്യനല്ലേ ഉള്ളൂ. അയ്യോ അതല്ല ചേട്ടാ, പിന്നെ സ്റ്റുഡിയോ ചന്ദ്രനാണ് വിളിക്കുന്നത്. എന്തായിരുന്നു ചന്ദ്ര? ആ ചേട്ടന്റെ മോടെ വെഡിങ് ആൽബം റെഡി ആയിട്ടുണ്ടായിരുന്നല്ലോ, അതങ്ങ് കത്തിച്ച് കളഞ്ഞാரு. കത്തിച്ച് കളയാൻ കല്യാണം കഴിച്ചിട്ട് അവള് രണ്ടാമത്തെ ദിവസം ഇവിടെ വീട്ടിൽ പിണങ്ങി വന്ന് നിൽക്കുക. ചെറുക്കന്റെ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം, ആൽബം വേണോ വേണ്ട എന്നൊക്കെ. കേട്ടോ? നീ വെച്ചോ 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 വെച്ചോ. ഒരു കൊച്ചിനെ ഇറക്കി വിട്ട് അതിന്റെ പാട് എനിക്കും അറിയാം. അതേ, ആരാ? വീണയുടെ ഒച്ചയുണ്ടോ? വീണയുടെ ഒച്ച വേണമെങ്കിൽ അത് ഷെബിനോട് ചോദിക്കണം. പുള്ളിയാണ് ഇവിടെ എൻട്രി മ്യൂസിക് ഇടുന്നത്. അടാ, ഏത് മ്യൂസിക് കൊടുത്താലും പുള്ളി പറയും, ഓ അണ്ണാ അത് ഇവിടെ പറ്റത്തില്ല, അത് കോപ്പിറൈറ്റ് ആന്ന് പറഞ്ഞാൽ. വീണയുടെ അച്ഛനാണോ എന്നാ ചോദിച്ചത്. വീണയുടെ അച്ഛനാണെന്ന് വീണയുടെ അമ്മ പറയുന്നു. അതുകൊണ്ട് ഞെളിഞ്ഞിവിടെ നിൽക്കുന്നു. വീണയുടെ അച്ഛ ഇതെന്തോ ഈ ഡമ്പലി കൊണ്ട് ഡമ്പലി കൊണ്ട് എന്ത് വന്നു? ടേക്ക് ഓഫ് ബലമുള്ള ഒരു സാധനം വേണമെന്ന് ഇവിടുത്തെ കാർന്നവർ പറഞ്ഞു. അതുകൊണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ. അതവിടെ ഇരിക്കട്ടെ. നിങ്ങളെ കാണാൻ വേണ്ടി ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. അതെന്നാ, നിങ്ങൾക്ക് ഇരുന്നാലേ കാണത്തുള്ളൂ, നിന്നാ കാണത്തില്ലേ? നിങ്ങൾ എന്റെ ഭൂമി കാല് കുത്തരുത്. ഭൂമി കാല് കുത്താതെ ഏറി നിന്ന് സംസാരിക്കാൻ ഞാൻ ഹൈഡ്രജൻ ബലൂൺ അല്ല. പിന്നെ ഞാൻ ചക്കപ്പറമ്പിൽ കലയാണ്. ചക്കപ്പറമ്പിൽ കലയല്ലല്ലോ, ചക്കപ്പറമ്പിൽ കുരുവല്ലേ? കളിയാക്കല്ലേ, ഞാൻ എന്റെ പേരാ പറഞ്ഞത്. നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വന്നത് അത് പറ. വധുവിനെ കാണാൻ. അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. അതാരാ? മധുവിനെ കാണാൻ വന്നെന്ന് പറഞ്ഞു. മധുവല്ല, പിന്നെ വധു, എന്റെ മരുമകൾ. അറിയാമോ, അവൾ ആ വീട്ടിൽ നിന്ന് വന്നേ പിന്നെ എന്റെ ചെറുക്കൻ കണ്ണുനീര് കുടിച്ചോണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ കടത്തിനകത്ത് വെള്ളമില്ലേ? അതല്ല പറഞ്ഞേ, പിന്നെ അവൻ അത്രയ്ക്ക് വിഷമമെന്നാ പറഞ്ഞേ. ഇനി അവന്റെ വിഷമം കാണാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കൊച്ചിനെ കൊണ്ടേ പോകത്തുള്ളൂ. നടക്കത്തില്ല. നടക്കത്തില്ലേ? നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എന്ത് പറഞ്ഞാ നടക്കും? നടക്കണമെന്ന് തന്നെ പറയണം, എന്നാലേ നടക്കും. എന്റെ പേര് ചക്കപ്പറമ്പിൽ കലയെന്നാണെങ്കിൽ ഞാൻ അവളെ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. നിങ്ങൾ കൊണ്ടുപോകുമോ? കൊണ്ടുപോകും. നിങ്ങളുടെ മോൻ എന്റെ മോളോട് കാണിച്ച എന്തുവാണ് നിങ്ങൾക്ക് അറിയാവോ? എന്നാ കാണിച്ചെന്ന്? ഒരു ആദ്യരാത്രിയും ഇതുപോലൊരു പെണ്ണിനുണ്ടാവില്ലേ എന്നാ ഞാൻ പ്രാർത്ഥിക്കുന്ന. അറിയാവോ? അതെന്നാ? നിങ്ങളുടെ മോനുണ്ടല്ലോ, പാല് കുടിച്ചു. അതിന്റെ പകുതി എന്റെ മോക്ക് കൊടുത്തു. അവള് കരഞ്ഞോണ്ട് ആ പാല് കുടിച്ചു. നിങ്ങളുടെ മോൻ ആപ്പിള് കടിച്ചു. അതിന്റെ പകുതി എന്റെ മോൾക്ക് കൊടുത്തു. അവള് അത് കഴിച്ചു. ഇതൊക്കെ ആചാരങ്ങളല്ലേ? അതെ, ആഹാരമാണ്. കണ്ടവന്റെ എച്ചിൽ തിന്നാനല്ല ഞാൻ എന്റെ മോളെ അങ്ങോട്ട് അയച്ചത്. അറിയാമോ? എച്ചിലോ? ഇതൊക്കെ നാട്ടു നടപ്പാ. നിങ്ങൾ തന്നെ എന്നെ ഒന്ന് നോക്കിക്കേ. നിങ്ങളെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ഭാര്യ മക്കളെ ആരും ഒന്ന് നോക്കും? അയ്യടാ ജിഞ്ചിണ്ടാക്കടി, ഞാൻ അതാന്നാ പറഞ്ഞേ. പിന്നെ എന്റെ അമ്മ എന്റെ അച്ഛൻ കഴിച്ച പാത്രത്തിലാണ് കഴിച്ചത്. ഞാൻ എന്റെ ഭർത്താവിന്റെ പാത്രത്തിലാണ് കഴിച്ചത്. അതെന്നാ, നിങ്ങളുടെ വീട്ടിൽ ഒറ്റ പാത്രമേ ഉള്ളൂ? അതല്ല, പിന്നെ ഞങ്ങളെ അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ അവിടെ എല്ലാം നേരെ തിരിച്ചാണ്. അതെന്നാ, നിങ്ങൾ പാത്രത്തിന്റെ മണ്ടയ്ക്ക് ഇരുന്ന് കഴിക്കും? അയ്യോ, അങ്ങനെയല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പാത്രങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞത്. അതിനെയാണോ നിങ്ങൾ കഥാപാത്രം എന്ന് പറയുന്നത്? കഥാപാത്രവും? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ അവര് തമ്മിൽ മാച്ച് ആവത്തില്ലെന്ന്. മാച്ച് നടക്കത്തില്ലെന്ന് പറയും. ഇയാളാര്? അമ്പയറോ? ഇയാൾ അമ്പയറാണോ? ഇയാൾ അമ്പയറോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത നിങ്ങളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല. വിവരവും വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഇയാൾ പറയല്ലേ? എന്തോ ഓഡിറ്റോറിയത്തിന്റെ കറണ്ട് ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞപ്പം അവിടെ ചെന്നിട്ട് മീറ്ററിന്റെ മെയിൻ സ്വിച്ചിന്റെ ഫോട്ടോ എടുത്ത് തന്നെ അയച്ചു തന്ന മുതലായി നിന്ന് സംസാരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പറയുന്നത്? നിങ്ങളൊരു അമ്മാവനുണ്ടല്ലോ, പുള്ളിക്കാരൻ അവിടെ ചോറുണ്ണ ഇരുന്നിട്ട് ആ ഇലയെന്ന് കഴിക്കാത്ത ബാക്കിയുള്ള ഇലയെന്നെല്ലാം പുള്ളി കൈയിട്ട് വരുത്തുന്നു. അത് പുള്ളിയുടെ ജോലിയല്ലേ? എന്തു, പുള്ളി രാഷ്ട്രീയത്തിലാണോ? അതെന്തോ അങ്ങനെ? അല്ല, കൈയിട്ട് വരുത്തുന്നോണ്ട് ഞാൻ ചോദിച്ചാ. അങ്ങനല്ല, പിന്നെ പുള്ളി ഫുഡ് ഇൻസ്പെക്ടർ ആണ്. പുള്ളി ഫുഡ് ഇൻസ്പെക്ടർ അല്ല, ഫുഡ് ഇൻ എക്സ്ട്രാ. അതന്നെ, ആഹാരത്തിനോടുള്ള കൊതി. ആഹാരത്തിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ ചെറുതാക്കാന്ന് വിചാരിക്കണ്ട. എന്തോ, നിങ്ങൾ പന്തലി വിളമ്പിയ ഇലക്കകത്ത് നിങ്ങൾ പപ്പടത്തിന് വരെ പടക്കം വെച്ച് കൊടുത്തില്ലേ? അത് നിങ്ങൾ പറഞ്ഞിട്ട്. എന്ത്? ഞാൻ എന്താ പറഞ്ഞു? ഫുഡ് കഴിക്കുമ്പോൾ ഞെട്ടണമെന്ന് നിങ്ങളല്ലേ പറഞ്ഞു? പിന്നെ ഓരോ ഇലയിലും നിങ്ങൾക്ക് ഓരോ ഗുണ്ട് വെച്ചിട്ട് അങ്ങ് പൊട്ടിച്ചൂടായിരുന്നോ? ഗുണ്ട് വെക്കണോ പൊട്ടിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. നിങ്ങൾ പൊട്ടിക്കോ പൊട്ടിക്കാതിരിക്കോ ചെയ്യും. ഇപ്പൊ കൊച്ചിനെ വിളിച്ച് വെളിയിലോട്ട് വിടും. കൊച്ചിനെ വിളിച്ച് വെളിയിലിറക്കാനോ? അവൾ ഇവിടെ ഓടി വന്നിട്ടുണ്ടോ? ആ കട്ടിലേക്ക് അടിക്കാമെന്നൊരു ഒറ്റ കിടപ്പ. അവളോട് ഞാൻ എന്തോ പറയൂ? തിരിഞ്ഞു കിടക്കാൻ പറ, ഇല്ലെങ്കിൽ ശ്വാസം മുട്ടും. ശ്വാസം മുട്ടും?
എന്റെ മോളെ വളർത്തി എങ്ങനെയാ നിങ്ങൾക്ക് അറിയാവോ? പട്ടിക്കും പൂച്ചയ്ക്കും കൊടുക്കാതെ ഞാൻ എന്റെ മോളെ വളർത്തി, അറിയാവോ? എടാ നിങ്ങൾ നിങ്ങളുടെ മോളെ വളർത്തുന്നതിന് എന്തിനാടെ ഈ മിണ്ടാപ്രാണികളെ പട്ടിണിക്ക് ഇടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനല്ല, എന്റെ ദുഃഖം ഞാൻ ആരോട് പറയും? എന്റെ ദുഃഖം നിങ്ങളുടെ ദുഃഖം ആരോടും പറയരുത്, അത് സൂക്ഷിച്ചു വെക്കണം. മനസ്സിലായില്ല? കേട്ടിട്ടില്ലേ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടെന്ന്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്റെ ഈ മുറ്റത്ത് നിന്ന് ഇന്നേ വരെ ആരും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല, അതറിയാമോ? അതന്നെ, ഇത് എക്കോ പോയിന്റ് ആണ്. അതല്ല, ആന ഈ ഒമ്പാരിയുള്ള തറവാടായിരുന്നു. എന്നിട്ട് എന്നിട്ടെന്താ, ഉത്സവം കഴിഞ്ഞപ്പോ തിരിച്ചങ്ങ് പോയി. ഈ നശിച്ച കുടുംബത്തിലോട്ടാണല്ലോ ഞാൻ എന്റെ കൊച്ചിനെ കയറ്റി വിട്ടത്. നശിച്ച കുടുംബോ? 101 പവനും ഒരു കാറും കൊടുത്തിട്ടാണ് എന്റെ മോളെ ഒരു കടമുറി മാത്രമുള്ള നിങ്ങളുടെ മോന് ഞാൻ കെട്ടിച്ചതെന്നറിയാവോ? കടമുറിയോ? നിങ്ങൾ ഇവിടെ വന്നപ്പോ പറഞ്ഞല്ലോ അവൻ ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് ഉണ്ടെന്ന്. അയ്യോ, അവൻ അപകർഷതാ ബോധം ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ മോന്റെ പേരിൽ ഒന്നുമില്ലേ? ഉണ്ടല്ലോ. എന്തോന്ന്? ഇൻഷൽ. അതല്ല, അവന് ജോലിയും കോലിയും ഒന്നുമില്ലേ? അവനില്ലാതെ അമൃത കഴിക്കത്തില്ല. ഒരു പെൺകൊച്ചിന് ഊട്ടിക്കൊടുക്കുന്നവനാണോ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുത്തത്? അങ്ങനല്ല. പിന്നെ നിങ്ങൾ അമൃത ടി വിന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഞാൻ സ്ഥിരം പ്രേക്ഷകനുമാണ്. അവിടുത്തെ പ്രൊഡക്ഷൻ ബോയ് ആണ് അവൻ. മിന്നൽ വേഗത്തിലല്ലേ അവൻ ആഹാരം എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം മിന്നലായാലും കൊള്ളാം, ഇടിയായാലും കൊള്ളാം, എന്റെ മോളെ ഇനി അവന് കൊടുക്കത്തില്ല. തരത്തില്ലേ? നിങ്ങൾ തരത്തില്ലെന്ന് പറഞ്ഞാൽ തരത്തില്ല. തരത്തില്ലേ? ഇല്ല. എന്റെ മനുഷ്യ, നിങ്ങൾ അവിടെ കിടന്ന് ബഹളം വെക്കാതെ ഇങ്ങോട്ടൊന്ന് കേറി വന്നേ. കൊച്ചിനെന്തോ വിശേഷം ഉണ്ടെന്ന്. ചെറുക്കനെന്തോ ജോലി എന്നാ പറഞ്ഞത്? മിന്നൽ വേഗത്തിലുള്ള പ്രൊഡക്ഷൻ. അവന്റെ ഈ പ്രൊഡക്ഷൻ ഇനി ആണാണോ പെണ്ണാണോ എന്ന് മാത്രം പറഞ്ഞാൽ വിളിച്ചോട്ട് പോന്നല്ലേ അവളെ. മറ്റൊരു ഗംഭീര സ്കിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ സ്കിറ്റ്? നമുക്ക് അവരോട് ചോദിക്കാം. പുള്ളിനെ കാണുമ്പോ തന്നെ ചിരി വരും ഓട്ടോമാറ്റിക്. ഷൈനെ കാണുമ്പോഴാണോ? നേരത്തെ കണ്ടായിരുന്നു നമ്മള്. അപ്പൊ മേക്ക് ഓവറിൽ സെറ്റ്. സുന്ദരിക്കുട്ടി നന്നായി ചെയ്തിട്ടുണ്ടേ. എന്തോന്നും വിളി വരുന്നില്ല. എന്തോ നന്നായിരുന്നു. നല്ല ബോഡി ലാംഗ്വേജ്, നല്ല ഗെറ്റപ്പ് ആയിരുന്നു, നല്ല ഇത്. പിന്നെ എന്താ പറയാ, നല്ല എനർജി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാം എത്രയാണ് ബാറ്ററി ചാർജ് ആയിന്. അതെ, ഓക്കെ. കാരണം നിങ്ങളുടെ ഇവിടുത്തെ സ്കിറ്റിന് നിങ്ങൾക്ക് 50,000 രൂപ അടിച്ചാൽ മാത്രമേ നമ്മുടെ മെഗാ ചാർജ് ഈവന്റിലേക്ക് പോവാൻ പറ്റുള്ളൂ. ഓക്കെ, ശരി. നമുക്ക് അപ്പൊ എത്രത്തോളാണ് ബാറ്ററി ചാർജ് കയറി നമുക്ക് നോക്കാം. യെസ്. ശരിയാ, ഷൈനാണല്ലോ. ഞാൻ നേരത്തെ അങ്ങനെ ഞാൻ വിട്ടത് ഒരു മിനിറ്റ്, ഞാനിത് ഷൈനാണല്ലോ. അല്ല, ഞാൻ അതാ പറഞ്ഞേ, ഇത് ചേച്ചി ഭയങ്കര സാധനാണ്. എന്റെ ദൈവമേ, അത്രയും നമ്മൾ ഇൻവോൾവ് ആയി പോയെന്നുള്ള കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ബ്രോയിന്റെ ഒരു വലിയ കഴിവാണ്. അത്രയും നല്ല മേക്ക് ഓവർ ആയതുകൊണ്ടാണ് നമുക്കത് എന്താ പറയുന്നത്, ചിരിക്കുന്നെന്ന് പറയുന്ന അത്രയും മേക്ക് ഓവർ ചെയ്തുകൊണ്ടാണ് കേട്ടോ. അതെന്തായാലും ഗംഭീരമായിരുന്നു. ഷൈൻ ആൻഡ് ശരത് 16,000 rupees ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ശ്വേത ചേച്ചി, അതൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ? അടിപൊളി അടിപൊളി. അപ്പൊ ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അടുത്ത അവിടെ കാണുമ്പോൾ ഉഷാറായിട്ട് കിടലായിട്ട് തിരിച്ചു വരാം. സെറ്റ് ആക്കണം മക്കളെ. നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. പറയാമോ? കൊറേ ആയില്ലേ? പറയാമോ? കൊറേ ആയില്ലേ നമ്മൾ ഇവിടെ ഒരു ഗെയിം ഒക്കെ കളിച്ചിട്ട്. അപ്പൊ നമുക്ക് പറ്റിയ ഫാമിലി മെമ്പേഴ്സിനെ ഇവിടെ കിട്ടിയോണ്ട് നമ്മളൊരു ചെറിയ കുട്ടി ടാസ്കിലേക്ക് കടക്കാൻ പോവാണ്. സംഭവം എത്രേ ഉള്ളൂ, ഇവർ കപ്പിളായിട്ടായിരിക്കും ഈ ഗെയിം കളിക്കുന്നത്. ഇപ്പൊ ആദ്യം നമ്മുടെ രാജേഷും ചിന്നുമാണ് ഗെയിം കളിക്കാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കോളിൽ ഒരു മൃഗത്തിന്റെ ഫോട്ടോ ഇട്ട് കൊടുക്കും. ആ മൃഗം ഏതാണെന്നുള്ളത് കപ്പിളിൽ ഒരാൾ ഐഡന്റിഫൈ ചെയ്യണം. മറ്റേ വ്യക്തി അതിന്റെ സൗണ്ട്, അത് കരയുന്ന ശബ്ദം എങ്ങനെയാണോ അതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. സപ്പോസ് ഇപ്പൊ പൂച്ചയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോ അടുത്ത പാർട്ട്ണർ അങ്ങനെയല്ലേ പൂച്ച. ഇതേത് പൂച്ച? എന്റെ വീട്ടിലെ പൂച്ച എങ്ങനെ? അല്ലല്ല, എന്നാലും ഷാപ്പിലാണെങ്കിലും എവിടത്തെ ആണെങ്കിലും പൂച്ചയാണെന്നുള്ള മനസ്സിലായല്ലോ. ഇവര് തമ്മിലുള്ള ഒരു ടാസ്ക് ആയിരിക്കും. നമുക്ക് ആദ്യം ഇന്ത്യയിലേക്ക് പോവാം. രാജേഷിനും ചിന്നുനും വായോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ചേർന്ന് നിന്നോ, നമ്മൾ റെഡിയാണ്. ആദ്യത്തെ പിക്ചർ കാണാം. രാജേഷ് ചേട്ടന്റെ സ്വന്തം ചിന്നുവിന് വേണ്ടിയുള്ള ആദ്യത്തെ ഫോട്ടോ വന്നിരിക്കുകയാണ്. ഇനി കമോൺ, ആദ്യം ഒരു സൗണ്ട്. എന്താ ചിന്നു, അത് മനസ്സിലായോ? കാണ്ടാമൃഗാണോ? നിന്റെ ഒന്നും കൂടെ ഒന്ന് കേൾപ്പിച്ചു നോക്കിയാ. എല്ലാരും സൈലന്റ് ആയിരിക്കും. വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മെമ്പറാ. ഇതിന്ന് ചിന്നുവിന് എന്തെങ്കിലും ഗസ് വർക്ക് പറ്റുന്നുണ്ടോ? ഇല്ല. ഞാനൊരു ക്ലൂ കൊടുത്താ അവള് പറയും. ശരി, എന്നാ ക്ലൂ? ചിന്നോ, ഞാൻ ഇടക്കിടക്ക് വിളിക്കുന്നില്ലേ, അതന്നെ. അയ്യോ, കേക്കണം. വെയിറ്റ്, ചിന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന എന്താണ്? അല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൃഗത്തിന്റെ പേരാണ് വിളിക്കുന്ന, വേറെ കാര്യങ്ങൾ പറയുന്നത്. പറ കേക്കട്ടെ.
കഴുത, പിന്നെ ക്ലോസ് മങ്കി, കാട്ടിലുള്ള മൃഗാണോ? അല്ല, വീട്ടില് അതായത് ഇതിന്റെ ഒന്നും കാതിൽ ഓതിട്ട് ഒരു കാര്യം ഇല്ലെന്നീ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും പറഞ്ഞ മനസ്സിലായില്ല പോത്തെ നിനക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് എന്നാന്ന്. അതാ പോത്ത്. ശരി, അപ്പൊ ഇനി അടുത്ത ചിന്നുന് നമുക്കൊരു ചാൻസ് കൊടുത്തു നോക്കാം അല്ലെ? ഓക്കെ, നെക്സ്റ്റ് ഫോട്ടോ. ഏകദേശം എന്നെ ആയിരിക്കും ഇതിനൊരു സൗണ്ട് വരാൻ ചാൻസ്. എങ്ങനെ പന്നിയോ? പന്നിയായിട്ട് കുറച്ചുകൂടെ ഒരു സാമ്യമുള്ള ഒരു ഇതാണ്. ചിന്നു. കാണാനല്ല, ആ പേരുമായിട്ട് ഏകദേശം സാമ്യമുള്ള. ദീപ്തി കറക്റ്റാ പറഞ്ഞു. പന്നിയുടെ ഒരു മലയാളത്തിൽ നോക്കിയാ കിട്ടും. മലയാളത്തിൽ എല്ലാത്തിനും ഞാൻ വേണ്ടി വന്നല്ലോ. മുള്ളുണ്ട്, പന്നി, മുള്ളം പന്നി, ഇത് ആരാലും പറയും. സൂപ്പർ. അങ്ങനെ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫിൻലൻഡുകാരെ അങ്ങ് ഇറക്കാം. സൗണ്ട് ഉണ്ടാക്കാൻ റെഡിയാണോ? ശരി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമുക്ക് ആദ്യത്തെ ഫോട്ടോ കാണാം. ആദ്യത്തെ ഫോട്ടോ വന്നിരിക്കുകയാണ്. ചായ കമോൺ. ഞാൻ പെട്ടു. അത് വീട്ടിൽ പട്ടിയാണോ? അല്ലല്ല. അല്ല, അതിന്റെ എന്തെങ്കിലും ഗസ് ചെയ്തിട്ട് ഉത്തരം പറയട്ടെ കുറച്ച്. പട്ടി എന്നുള്ളത് ഗസ് ചെയ്തിട്ടുണ്ട്. കാട്ടിലുള്ള എന്തേലാണോ? അതെ. അതെ. കൊരങ്ങൻ അല്ല. അല്ല, അതിന്റെ വകഭേദമാണ്. മരപ്പെട്ടി. കൊരങ്ങന്റെ വേറെ ആളാന്ന് പറഞ്ഞാണ് മരപ്പട്ടി എന്ന് പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഒരു കാറ്റ് ഫാമിലിയും മങ്കി ഫാമിലിയും കൂടെ ഒന്നിക്കുന്നത് ഞാൻ കാണുന്നത്. തായ്ലൻഡിലുണ്ട്. തായ്ലൻഡിൽ ഇത് ഭയങ്കര ഫേമസ് ആണ്, വളരെ പോപ്പുലർ ആണ് ഈ അനിമൽ. അവിടെ പോകുന്നവരൊക്കെ ഇതിനെ പോയി കാണാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. കൊരങ്ങനാണോ? മങ്കി? മങ്കിയുടെ ആരാ? ഒന്ന് ഓർത്തേ. ഓന്ത് അല്ലേ? ഓർത്തേന്നേ. പൊന്നെ ഓറാങ്കുട്ടൻ. ഇതാണോ? ഇത്രയൊക്കെ നമ്മള് പറഞ്ഞിട്ടേ. പക്ഷെ ആക്ച്വലി നന്നായിട്ടാട്ടോ പ്രിൻസ് അത് എക്സിക്യൂട്ട് ചെയ്തത്. നന്നായിട്ടാ. ഗുഡ് വൺ. ഓക്കെ, ഇനി തിരിച്ച് ലാസ്റ്റ് വൺ ആണേ. Oh, so cute. It's the cutest one I've ever met. Oh. Hello. ഒരു പാട്ട് പാടിയാ മതി, ചിലപ്പം പിടിക്കും. വേറെ ആർക്കെങ്കിലും ഇതിന്റെ സൗണ്ട് കൊടുക്കാൻ പറ്റും? ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് സൗണ്ട് അല്ല, പക്ഷെ അതിന്റെ ഒരു സോഫ്റ്റ് വേർഷൻ ഒക്കെ ആയിരിക്കാം. ആദ്യമായിട്ട് ശ്വേത ചേച്ചി വേണമെങ്കിൽ ട്രൈ ചെയ്യും. അത് ഇത് ചേച്ചി 407 ചേച്ചി, അത് 407 ലോറി. കഴുതയാണോ? അതിന്റെ ഏറെക്കുറെ സൗണ്ട് അങ്ങനെയല്ലേ? സൗണ്ട് ഇല്ലേ? അല്ലല്ല, ചിരിക്കുന്നില്ല. ഒരു ഇങ്ങനെ ചുമടി ഒന്ന് പോകുമ്പോ, എക്സ്പ്ലെയിൻ ചെയ്യുന്നേ. അത് ഈ ചുമടി ഒന്ന് പോകുമ്പോഴേ അതിന് സൗണ്ട് വരുമല്ലോ. ചേട്ടൻ ഫിൻലാൻഡിലെ സൂലാണോ? എല്ലാ സൗണ്ട് പറയാം. അല്ല, പക്ഷെ എന്തായാലും അടിപൊളി. ഈ ഒരു മത്സരത്തിൽ ശരിക്കും പറഞ്ഞാൽ ഫിൻലാൻഡ് കപ്പ് കൊണ്ടുപോയി. അയ്യോ, നമ്മൾ വേറൊരു രാജ്യത്തിന് വേണ്ടി കൈയടിക്കണോ? കുഴപ്പമില്ല, അവര് മലയാളീസ് ആയതുകൊണ്ട് നമുക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. എനിവേസ്, വി ഹാഡ് ലോട്ട് ഓഫ് ഫൺ. ടിനോ, അഭിനവ്, ഹലോ. നമ്മൾ ഇനിയും വരും. ടാസ്ക് ഒക്കെ ആയിട്ട് ഇനിയും നമ്മൾ കാണണം. ഒരു എപ്പിസോഡ് കൂടെ നമുക്ക് പൊളിക്കണം. എൻജോയ് ചെയ്തില്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നമുക്കിപ്പോ ബൈ പറഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.